ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി.കെ. രാജഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി.കെ. രാജഗോപാൽ, ഇപ്പോൾ രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ മറ്റു പലർക്കും സ്വാഭാവിക ജാമ്യം വരെ കാത്തു നിൽക്കേണ്ടി വരുമ്പോഴും സുപ്രീം കോടതി കയറിയിട്ടും ജാമ്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോഴും ഒക്കെയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠര രാജീവർക്ക് 41ാമത്തെ ദിവസം കീഴ്ക്കോടതിയിൽ തന്നെ ജാമ്യം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ക്രിമിനൽ ഗൂഢാലോചനയൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പേര് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ തന്ത്രി ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. പിന്നെ തന്ത്രിക്ക് മറ്റൊരു സ്ഥാനം, കുറച്ചുകൂടെ ഒരു ഉയർന്ന സ്ഥാനം കോടതി കൽപ്പിക്കുന്നുണ്ടാകും. പിതൃസ്ഥാനീയൻ എന്നൊക്കെയുള്ള ഇത് വരുന്ന സമയത്ത് അത്തരം ഒരു സ്ഥാനം കൂടെ തന്ത്രിക്ക് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഇദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാൽ കേസിനെ വലുതായിട്ട് ടാമ്പർ ചെയ്യാനോ അത്തരത്തിലുള്ള അട്ടിമറിക്കൊന്നുള്ള സാധ്യതകളില്ല. ഈ ഒരു വിലയിരുത്തലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് 41 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് ഇദ്ദേഹം ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇന്ന് ഉത്സവം തുടങ്ങുകയാണ്. കൊടിയേറ്റേണ്ടത് തന്ത്രി രാജീവരാണ് അവിടുത്തെ തന്ത്രി. അദ്ദേഹമാണെന്ന് അവിടെ കൊടിയേറ്റേണ്ടത്. അപ്പൊ ആ സമയത്ത് കണ്ടില്ലേ ഓരോരോ വൈരുദ്ധ്യങ്ങൾ വരുന്നത്, ഓരോരോ നൃത്തങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ പോകുമെന്നാണ്. അദ്ദേഹത്തിന്റെ മകനായിരിക്കും പോകുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ചില സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെ. തർക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പോകുമെന്നുള്ള കാര്യത്തിൽ. അപ്പൊ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ അവിടെ കൊടിയേറ്റേണ്ടതായിരുന്നു. പോകാനൊന്നും സാധ്യമല്ല. എന്തായാലും വ്യവസ്ഥയുണ്ടാകും. നല്ല വ്യവസ്ഥ വെച്ചിട്ട് തന്നെയായിരിക്കും ജാമ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആഴ്ചയിൽ മറ്റവർക്ക് കൊടുത്തതുപോലെ ആഴ്ചയിൽ 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അത്തരം വ്യവസ്ഥകളൊന്നും കാണാൻ സ്വാഭാവികമായിട്ട് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പരമാവധി ആഴ്ചയിൽ 1 ദിവസമൊന്നോ അത്തരത്തിലായിരിക്കും. വ്യവസ്ഥകളൊന്നും നമ്മൾ ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ മറ്റു പത്തനംതിട്ട ജില്ലയിൽ കയറുന്നത് സ്വാഭാവികമാണ്. ശബരിമലയിൽ അദ്ദേഹത്തിന് പോകാൻ സാധിക്കത്തില്ല, കേസെല്ലാം തീർന്നു കഴിയാതെ. ഇപ്പൊ അടുത്ത ടേണിലാണ് രാജീവര് വരേണ്ടതാണ് ഇവിടെ. ആ സമയത്ത് പോലും അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നില്ല. സ്വാഭാവിക ജാമ്യം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഇത്തരം ചില പരിഗണന കൊടുത്ത് കാണണം. ഇദ്ദേഹത്തെ പുറത്ത് വിട്ട് കഴിഞ്ഞാലും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്യാൻ സാധ്യത. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇഡി കാത്തു നിൽക്കുകയാണ് ഇദ്ദേഹത്തെ. മറ്റുള്ള പ്രതികളെ, സ്വാഭാവികവും മറ്റ് ജാമ്യം കിട്ടിയ ആളുകളെ പോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞല്ലോ.